ജാസ്മിന്റെയും റസ്മിന്റെയും ഫാമിലി വന്നു പോയതിന് ശേഷം ജാസ്മിനും റസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവർ വന്നു പോയതിന്റെ ഒരു എഫക്റ്റിലിരുന്ന് സംസാരിക്കുന്നതാണ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, തുടക്കത്തിൽ 1 മാസം ഉണ്ടായിരുന്ന റസ്മിനായിട്ട് തിരിച്ചു വരാനാണ് അവരെന്നോട് പറഞ്ഞത്, വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല എന്ന് അവിടെ റസ്മിൻ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത്, മാല ഉരിയില്ലേ? അപ്പം തന്നെ ജാസ്മിൻ പറയുന്നുണ്ട്, വന്ന വഴിക്ക് എൻ്റെ കയ്യിൽ നിന്ന് മാല ഉരി വാങ്ങി, ഫോട്ടോയും വാങ്ങി, പക്ഷേ എനിക്ക് അവരുടെ അടുത്ത് തിരിച്ചൊന്നും പറയാൻ സാധിച്ചില്ല. അവിടെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ട് നിൽക്കല്ലാതെ സമ്മതിച്ചു കൊടുക്കല്ലാതെ എനിക്കൊന്നിനും സാധിച്ചില്ല. എനിക്ക് മറുപടി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവർ പറയുന്നതിനനുസരിച്ച് അവരൊരു 50 കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കൊരു 500 കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അവരൊരു 10,000 കാര്യങ്ങൾ പറയും. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ല ഇവിടെ എന്നുള്ളത് കൊണ്ട് ഞാനായി പിന്നെ അവർ പറയുന്നത് മുഴുവൻ കേട്ട് നിൽക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ജാസ്മിൻ്റെ വിവാഹം ഉറപ്പിച്ച ആ ചെറുക്കൻ്റെ കാര്യവും അവിടെ സംസാരിക്കുന്നുണ്ട്. വാപ്പയും ഉമ്മയും പറഞ്ഞതനുസരിച്ച് അത് ഇതുവരെ പോയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അവർ പറയുന്നതല്ലേ എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുള്ളൂ, ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, അവർ പറയുന്നതേ നിനക്ക് വിശ്വസിക്കാനായിട്ട് ഇപ്പോൾ പറ്റുള്ളൂ, അവർ പറയുന്നത് വിശ്വസിക്കേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റസ്മിൻ ചോദിക്കുന്നുണ്ട്, അവിടെ ഗബ്രിയെക്കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നോ, ഗബ്രി വിളിച്ചിരുന്നോ അവരെയും ചോദിക്കുമ്പോൾ ഞാനത് ചോദിച്ചിരുന്നു, പക്ഷേ എനിക്കതിന് ഉത്തരം തന്നില്ല. എന്നോട് പറഞ്ഞത് എല്ലാം ഗെയിമാണ്, അതിനിയെങ്കിലും നീ മനസ്സിലാക്ക് എന്ന് മാത്രമാണ് ഉമ്മ പറഞ്ഞത്. ഞാൻ ഉമ്മയുടെ അടുത്ത് ചോദിച്ചിരുന്നു ഗബ്രി വിളിച്ചിരുന്നു എന്നുള്ളത്, എനിക്ക് തന്ന മറുപടി അതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇതുവരെ കഴിഞ്ഞത് മുഴുവൻ ഗെയിമായിട്ട് തന്നെ മോൾ അതിനെ കണ്ടാൽ മതി, ബാക്കിയൊന്നും കാണേണ്ട ആവശ്യകതയില്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രി വിളിച്ചോ വിളിച്ചില്ലേ എന്നുള്ളതൊക്കെ നമുക്ക് പുറത്തു വന്ന് സംസാരിക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ട് എന്നൊരു മറുപടി മാത്രമാണ് ഉമ്മ തന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ ഗബ്രി വിളിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ ഒരു ബന്ധം അവിടെ വാപ്പയും ഉമ്മയും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലായി. ആ മാല ഉരി വാങ്ങുകയും ഫോട്ടോ വാങ്ങിച്ചു വെക്കുകയും ചെയ്തതുകൊണ്ട് ഗബ്രി വിളിച്ചു കാണാനായിട്ട് സാധ്യത വളരെ കുറവാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്രയും അറ്റാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഗബ്രിക്ക് ചിലപ്പോൾ വിളിക്കാനായിട്ട് ഒരു പേടി ഉണ്ടാവാം, വിളിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കണം ഉമ്മ പറഞ്ഞത് അതൊക്കെ ഒരു ഗെയിമായിരുന്നു, നീ എന്താ അത് മനസ്സിലാക്കാത്തത് എന്ന് ഉമ്മ പറഞ്ഞത്.